ഹരിയാനയിൽ തന്നേക്കാൾ സൗന്ദര്യം കൂടുതലുണ്ടെന്ന തോന്നലിൽ യുവതി 6 വയസ്സുകാരെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ കേസിൽ വൻ വഴിത്തിരിവ്. അത്യസാധാരണമായ വിവരങ്ങളാണ് നാടിനെ നടുക്കിയ കൊലക്കേസ് അന്വേഷണത്തിൽ പോലീസ് പുറത്തു കൊണ്ടുവന്നത്. 2023 മുതൽ യുവതി സമാനമായി 4 പേരെ കൂടി കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതിയായ പൂനത്തിന്റെ കുട്ടിക്കാല പശ്ചാത്തലമടക്കം അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ മുങ്ങി മരിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഒരു കല്യാണ വീട്ടിൽ 6 വയസ്സുകാരിയെ വെള്ളത്തിൽ മുക്കിക്കൊന്ന കേസ് അന്വേഷിക്കുന്നതിനിടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരയുടെ ചുരുളഴിയുന്നത്. സ്വന്തം മകൻ ഉൾപ്പെടെ 4 കുട്ടികളെയാണ് ഇവർ സമാന രീതിയിൽ കൊലപ്പെടുത്തിയത്. സൗന്ദര്യത്തിൽ തന്നെക്കാൾ ആകർഷകരാണ് മറ്റു കുട്ടികളെന്ന തോന്നലാണ് കൊലപാതകങ്ങൾക്ക് പ്രേരിപ്പിച്ചതെന്ന് 34 വയസ്സുള്ള പൂനം പോലീസിന് മൊഴി നൽകി. സോനിപ്പത്തിലെ ഭാവർ ഗ്രാമവാസിയായ പൂനം ഡിസംബർ 1 പാനിപ്പത്തിലെ നൗൽത്ത ഗ്രാമത്തിലെ കല്യാണ ചടങ്ങിനിടെയാണ് വിധി എന്ന 6 വയസ്സുള്ള പെൺകുട്ടിയെ സ്റ്റോർ റൂമിലെ പ്ലാസ്റ്റിക് ടബിൽ മുക്കിക്കൊന്നത്. ആഘോഷങ്ങൾക്കിടെയാണ് കുട്ടി അപ്രത്യക്ഷയായത്. ഏറെ നേരത്തെ തെരച്ചിലിനൊടുവിൽ പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്ന സ്റ്റോർ റൂമിലെ വെള്ളം നിറഞ്ഞ ടബിൽ വിധിയെ കണ്ടെത്തുകയായിരുന്നു. തല മാത്രമാണ് ടബിൽ മുങ്ങിയിരുന്നത്. സംശയം തോന്നിയ പോലീസ് ഫോറൻസിക് പരിശോധന നടത്തുകയും പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണെന്ന് തെളിയുകയും ചെയ്തു. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് പൂനം കുറ്റം സമ്മതിച്ചത്. കഴിഞ്ഞ 2 വർഷത്തിനിടെയാണ് വിധി ഉൾപ്പെടെ 4 കുട്ടികളെ ഇവർ കൊലപ്പെടുത്തിയത്. 2023 ജനുവരിയിൽ നാത്തൂന്റെ 9 വയസ്സുള്ള മകൾ ഇഷികയെ വീട്ടിലെ വാട്ടർ ടാങ്കിൽ മുക്കിക്കൊന്നതാണ് ആദ്യത്തെ കൊലപാതകം. കൃത്യം 3 വയസ്സുള്ള സ്വന്തം മകൻ കണ്ടിരിക്കുമോ എന്ന ഭയന്ന് അതേ വർഷം തന്നെ മകനെയും കൊലപ്പെടുത്തി. 2025 ഓഗസ്റ്റിൽ ബന്ധുവിന്റെ 6 വയസ്സുള്ള കുട്ടിയെയും ഇവർ മുക്കിക്കൊന്നു. ഈ മരണങ്ങളെല്ലാം അപകട മരണങ്ങളായിട്ടാണ് കുടുംബാംഗങ്ങൾ വിശ്വസിച്ചിരുന്നത്. കുട്ടികളെ വെള്ളം നിറച്ച ടബിലേക്ക് ആകർഷിച്ച് മുക്കിക്കൊല്ലുകയായിരുന്നു പൂനത്തിന്റെ രീതി. കൊലപാതകത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പൂനം കുട്ടികൾ നൃത്തം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിരുന്നു. ഇതും പുറത്തു വന്നിട്ടുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.